ഞാനതുകൊണ്ട് എന്നോട് ചോദിക്കും, പിതാവ് ഈ കുർബാന ചെല്ലോ? ഞാൻ പറയും, കർത്താവിൻ്റെ കുർബാനയാണോ? ഞാൻ ചെല്ലാന്ന് പറയും. കർത്താവ് അർപ്പിച്ച കുർബാനയാണെങ്കിൽ അത് ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പസ്തോലികമാണ്. കുളത്തുവയലിലെ വർക്കിയച്ഛൻ എൻ്റേതും കൂടിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവിളിയെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. എന്നാൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം, മനുഷ്യരുടെ നിലവിളിക്കുള്ള ഉത്തരമാണ് ദൈവവിളി എന്നാണ് പറയുന്നത്. പൗരോഹിത്യ ദൈവവിളി, സന്യസ്ത ദൈവവിളി മനുഷ്യരുടെ നിലവിളിക്കുള്ള ഉത്തരമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേൽ ജന കൈകൾ ഉയർത്തി, കണ്ണുകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളെ ഈ ബോണ്ടേജിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന്. ആ നിലവിളിക്ക് ഉത്തരമായിട്ടാണ് ദൈവം അതിശക്തനായ മോശയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വളരെ നന്നായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം വീണ്ടും പൊട്ടിക്കരയുകയാണ്. ആ കരച്ചിലിനുള്ള ഉത്തരമായിട്ടാണ് ഗിദെയോൻ എന്ന് പറയുന്ന ന്യായാധിപനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇനിയും പോകുമ്പോൾ ഡാനിയലിന്റെ പുസ്തകം 13-ാം അധ്യായം 14-ാം അധ്യായമൊക്കെ സൂസൻ എന്ന് പറയുന്ന നിഷ്കളങ്കയായ ആ പെൺകുട്ടിയെ അവരെല്ലാവരും കൂടി കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ അവൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഡാനിയേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സൂസന്ന രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം സൂസന്നയുടെ നിലവിളിക്കുള്ള ഉത്തരമായിരുന്നു ഡാനിയേൽ. ഇസ്രായേൽ ജനതയുടെ നിലവിളിക്കുള്ള ഉത്തരമായിരുന്നു മോശ. ഇസ്രായേൽ ജനതയുടെ നിലവിളിക്കുള്ള ഉത്തരമായിരുന്നു ഗിദെയോൻ എന്ന് പറയുന്ന ന്യായാധിപൻ. ഞാനിന്ന് പറയും, മനുഷ്യരുടെ നിലവിളിക്കുള്ള ഉത്തരമായിട്ട് ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ഈ ഷാലോം എന്ന്. നിരവധി മനുഷ്യർ ദൈവവചനം കേൾക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, എഴുതുന്നതിനൊക്കെ എവിടെ പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവരെല്ലാം എന്താ ചെയ്തത്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബ്രദർ ബെന്നിയെ ദൈവം മോശയെ പോലെ, ഗിദെയോനെ പോലെ, ഡാനിയേലിനെ പോലെ ഇവിടെ ഉയർത്തിക്കൊണ്ട് വന്നത്. മനുഷ്യരുടെ നിലവിളിക്കുള്ള ഉത്തരമാണ് ഷാലോം. എനിക്ക് ചിലപ്പോഴൊക്കെ ഒരു അസൂയ തോന്നും. നമുക്കൊന്നും അസൂയ പാടില്ല എന്ന് പറയുന്നത്, എന്നാലും അസൂയ എനിക്ക് തോന്നാറുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? വർക്കിയച്ഛൻ്റെ വിശുദ്ധീകരണ പരിപാടിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്നത് ഞാനാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണെന്ന്. കാരണം വർക്കിയച്ഛൻ കോഴിക്കോട് രൂപതയുടെ അച്ഛനായിരുന്നു. കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി പട്ടം കിട്ടി, കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി സെമിനാരികളിൽ പഠിച്ച് വളരെ നാൾ കോഴിക്കോട് പ്രവർത്തിച്ച വൈദികനാണ് നമ്മുടെ കുളത്തുവയലിലെ മോൺസിഞ്ഞോർ വർക്കിയച്ഛൻ. അവൾ ഞാൻ പറഞ്ഞത്, അന്ന് അദ്ദേഹത്തെ തലശ്ശേരിയിലെ സെബാസ്റ്റ്യൻ
വള്ളോപ്പള്ളി പിതാവിന് പത്രോണി പിതാവ് നൽകുകയായിരുന്നു. കുളത്തുവയൽ പള്ളിയും കുളത്തുവയലിലെ സ്ഥലങ്ങളും കുളത്തുവയലിലെ വികാരിയത്തിനെയും സമ്മാനമായി തലശ്ശേരിക്ക് നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് ഈ പത്രോണി പിതാവ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വർക്കിയച്ഛൻ എൻ്റെ രൂപത്തിൽ ഉണ്ടാകുമായിരുന്നില്ലേ? ശരിയല്ലേ? അപ്പോൾ അവൻ നിങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ വർക്കിയച്ഛനെ മാത്രമല്ല, ഏതാണ്ട് 34 പള്ളികളും സ്കൂളുകളും ക്ലിനിക്കുകളൊക്കെ അന്നത്തെ പുതിയതായിട്ട് രൂപം കൊണ്ട ഈ തലശ്ശേരി രൂപതയ്ക്ക് നൽകിക്കൊണ്ടാണ് പത്രോണി പിതാവ് തൻ്റെ ജനറോസിറ്റി പ്രകടിപ്പിച്ചത്. അത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം അന്ന് 70,000 കത്തോലിക്കരായി സീറോ മലബാറുകാരിവിടെ ആയിത്തീർന്നു. അന്ന് വരെയും, അതായത് 26-27 മുതൽ 53 വരെ ഈ കുടിയേറ്റ മേഖലകളിലൊക്കെ ഓടി നടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കോഴിക്കോട് രൂപതയിലെ വൈദികരായിരുന്നു. നമ്മുടെ ഇവിടെയുള്ള മരുതോങ്കര, തിരുവമ്പാടി, കോടഞ്ചേരി, കണ്ണുവം അങ്ങനെയുള്ള പള്ളികളൊക്കെ കോഴിക്കോട് രൂപത വിട്ടുകൊടുത്തതാണ്. അപ്പം ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ കുളത്തുവയലിലെ വർക്കിയച്ഛൻ എൻ്റേതും കൂടിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വേഗം തന്നെ വിശുദ്ധനാകട്ടെ എന്ന്, ഒരു വാഴ്ത്തപ്പെട്ടവനാകട്ടെ, ധന്യനാകട്ടെ, വിശുദ്ധനാകട്ടെ, ഞാൻ നല്ല സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തേക്കാം. വാസ്തവത്തിൽ സഭ ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, ശ്രൈകികമാണ്, അല്ലെങ്കിൽ അപ്പസ്തോലികമാണ്. ഈ സഭയിലെ മെത്രാനാണ് ഞാൻ. എത്തീനോ സുറിയാനിയോ മലങ്കരയൊന്നും മെത്രാന്മാർക്ക് വാസ്തവത്തിൽ പാടില്ല. അവരൊക്കെ മെത്രാനായി കഴിയുമ്പോൾ എല്ലാവരും എബവ് ആയി തീരുകയാണ്. ഞാനതുകൊണ്ട് എന്നോട് ചോദിക്കും, പിതാവ് ഈ കുർബാന ചെല്ലോ? ഞാൻ പറയും, കർത്താവിൻ്റെ കുർബാനയാണോ? ഞാൻ ചെല്ലാന്ന് പറയും. കർത്താവ് അർപ്പിച്ച കുർബാനയാണെങ്കിൽ അത് ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പസ്തോലികമാണ്. അപ്പം എല്ലാ മെത്രാന്മാരും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശിഷ്യന്മാരാണ്, അപ്പോസ്തലന്മാരുടെ പിൻഗാമികളുമാണ്. അപ്പം എല്ലാ മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഞാനൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.